എന്താണ് ചേലക്കരയുടെ രാഷ്ട്രീയം? ചേലക്കര 3 കൂട്ടർ ഒപ്പത്തിനൊപ്പം നിൽക്കണം. അതിൽ നമ്മുടെ ഒരു അഭിപ്രായത്തിൽ പ്രദീപ് വരുന്നതാണ്. അയാൾ 5 കൊല്ലം മുമ്പ് MLA ആയി നിന്നിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അത് ഏത് വ്യക്തിയുടെ അടുത്ത് ചോദിച്ചാലും. പിന്നെ ജനങ്ങളുടെ മനസ്സെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വോട്ട് എങ്ങനെയാണ് രേഖപ്പെടുത്താന്നുള്ളത് ഒരാൾ കുറ്റം പറയാനില്ല. PV അൻവർ ഇവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. ആവും അത് അങ്ങോട്ട് പോരായികയാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി കുറ്റല്ല, അത് കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയും കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനായിട്ടാണല്ലോ നിൽക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്നത് പോലെ ഒന്നും ജയിച്ചു പോവില്ല. ഇപ്പോൾ കുറച്ച് വോട്ട് പിടിക്കും ആൾ. അത് ആരുടെ വോട്ട് പോകുന്നു നമുക്ക് പറയാനും പറ്റില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം എങ്ങനെയുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഭരണം തന്നെയാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയും ഭരണം മോശമാണോ അതാണെന്ന്. ചില സമയങ്ങളിൽ ഏതൊരു മനുഷ്യനും ഇപ്പോൾ ടാറ്റയ്ക്ക് ടൈറ്റാണ്. നമ്മൾ മൊബൈലെടുത്ത് ആൾക്ക് കാശ് പോകണം, അയാൾക്ക് ടൈറ്റാണ്. പിന്നെ ഭരണഘടനയ്ക്ക് ടൈറ്റിലാണ്ടിരിക്കുമോ? അതൊക്കെ സഹജം. ഇലക്ഷൻ്റെ ടൈമാണ്. അവരിനെ പിടിച്ച് ഇവരിനിടുക, ഇവരിനെ പിടിച്ച് അവൻ്റെ മേത്തിടുക, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ചേലക്കര ഇടതുവശത്ത് നിന്ന് കൈവിട്ടു പോവില്ല.